ഈ കുഴച്ചെടുക്കുന്ന സാധനം കണ്ട ഇതാണ് നമ്മളെ കർക്കിടകം സ്പെഷ്യൽ എള്ളും അവിലും. അപ്പോൾ ആദ്യം നമ്മൾ എള്ള് കഴുകിയിടുന്നുണ്ട്. അതിനുശേഷം ഇത് ഉണക്കി ഇത് നല്ലോണം ഉരുളിയിൽ വറുത്തെടുക്കുക. അവിലും നല്ലോണം വറുത്തെടുക്കുക. പിന്നെ ബദാം, നിലക്കടല, കരിജീരകം, നല്ല ജീരകം മിക്സ് ചെയ്ത് നല്ലോണം വറുത്തെടുക്കുക. പിന്നെ നമ്മളെ വറുത്ത ഈ അവിൽ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ എള്ളും നിലക്കടലയും ജീരകവും ബദാമും എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അവിലേക്ക് ഇടുക. പിന്നെ നെയ്യിലേക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഉണക്കമുന്തിരിങ്ങയും ചെറുതായി അരിഞ്ഞു വെച്ച ഈത്തപ്പഴവും ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മളെ കൊട്ടത്തേങ്ങ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഈ നെയ്യിലൊന്നിട്ട് വാട്ടുക. ഈ നെയ്യ് അടക്കം ഇതിലേക്ക് ഒഴിക്കുക. പണി കഴിഞ്ഞില്ല. മധുരത്തിന് വേണ്ട വെല്ലം ഒന്ന് ഉടച്ചെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി അതും കൂടി ഇതിലേക്ക് ചേർക്കണം. പിന്നെ ഇത് നല്ലോണം ഇതുപോലെ കുഴച്ചിങ്ങെടുക്കുക. പിന്നെ നല്ലോണം പരത്തിയതിന് ശേഷം ഇത് അടച്ച് വെക്കുക. പിറ്റേന്ന് ഇതിനെടുക്കണ്ടു. അപ്പോഴത്തേക്ക് മധുരം എല്ലാം ഇതിലേക്ക് പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ എള്ള് അവൽ ഇവിടെ സെറ്റായി. ഇതുപോലെ കുറച്ചെടുത്ത് ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്